ആര് കപ്പുയർത്തും എന്ന ആശങ്കയിലാണ് ഫുട്ബോൾ പ്രേമികൾ. കൊച്ചി പനമ്പള്ളി നഗറിലെ GHS സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും രാജേഷ് ശ്രീനിവാസൻ തയ്യാറാക്കിയ വാർത്ത കാണാം. വിശ്വവേദിയിൽ പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിഹാസ താരം ലയണൽ മെസ്സിയും യുവവിസ്മയം ലാമിൻ യമാലും തമ്മിലുള്ള പോരാട്ടത്തിന് കൂടിയാണ് ഇനി ന്യൂജേഴ്സി സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്നത്തെ മത്സരത്തെക്കുറിച്ച് അല്ലെങ്കിൽ മത്സരത്തിൻ്റെ പ്രതീക്ഷയെക്കുറിച്ച് ഫുട്ബോൾ കോച്ച് ജോസ്വിൻ നമ്മളോടൊപ്പം ചേർന്നു. സാർ, ഇന്നത്തെ മത്സരത്തിൽ എത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ട്? അത് അർജന്റീനയ്ക്ക് അനുകൂലമാകുമോ അതോ സ്പെയിനിന് അനുകൂലമാകുമോ? പേഴ്സണലി എനിക്ക് താല്പര്യം, ഞാനൊരു അർജന്റീന ഫാനാണ്. അർജന്റീന ജയിക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. പക്ഷേ മൊത്തത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാളും ഫുട്ബോൾ പ്രേമികൾക്ക് എല്ലാവർക്കും നല്ലൊരു മാച്ച് കാണാൻ ഒരു അവസരം ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്നത്തെ ലൂസേഴ്സ് ഫൈനലായാലും നല്ലൊരു മാർജിനിൽ നല്ലൊരു സ്കോറാണ് ഉണ്ടായത്. ഏകദേശം 10 ഗോളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫൈനലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി നല്ല കാണികൾക്ക് കുറച്ചും കൂടി ആവേശം പകരാൻ പറ്റുന്ന ഒരു ഫൈനലായിരിക്കും എന്നാണ് എൻ്റെ നിഗമനം, പ്രതീക്ഷ. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയിൽ വലിയ ഡൗണിലേക്ക് പോവുകയും പിന്നീട് അത് വലിയ സ്കോറായി മാറുകയും വിജയത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് സ്വിറ്റ്സർലാൻഡായിട്ട് കളിച്ചപ്പോഴും അവസാനമായി കളിച്ച 3 കളിയിലും എല്ലാം ഉണ്ടായിരുന്നു. അത് ഇത്തവണ ആവർത്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അർജന്റീന വീണ്ടും ഒരു കുതിച്ചു വരാൻ സാധ്യത അത്രത്തോളം ഉണ്ട്? കാരണം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിരീടം നിലനിർത്തുന്നത് അനിവാര്യമാണ്. സോ അതിനു വേണ്ടിയിട്ട് ഏതൊരു അറ്റം വരെ പോകാനും അവർ തയ്യാറാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ 3 കളികൾ അവർ നമുക്ക് കാണിച്ചു തന്നത്. ടിൽ ദ എൻഡ് ദേ വിൽ ഫൈറ്റ്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. അവർ ഇതുവരെ 37 കളികളാണ്ട് തോൽക്കാണ്ട് മുന്നോട്ട് പോകുന്ന ടീമായിരിക്കും. സോ ഇറ്റ് വിൽ ബി ടഫ് ഫോർ ബോത്ത് ടീംസ്. ഇന്നത്തെ ദിവസം ആരാണോ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ടാക്കണേ, കൂടുതൽ സ്കോർ ചെയ്യണേ, കൂടുതൽ ചാൻസസും അവരിലേക്കായിരിക്കും. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം അത് 2 ഇതിഹാസങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. അതൊരു മെസ്സി ആയാലും അല്ലെങ്കിൽ യുവവിസ്മയം ലാമിൻ യമാലും തമ്മിലുള്ള ഒരു പോരാട്ടം കൂടിയാണ്. ആ ഒരു 2 വിസ്മയം തമ്മിലുള്ള പോരാട്ടത്തെ എങ്ങനെ കാണാം നമുക്ക്? മെസ്സിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലെയറാണ്. യമാല് സ്റ്റിൽ യങ്, ഹി ഹാസ് മോർ ടൈം. സോ സ്പെയിൻ എപ്പോഴും അവെയർ ആയിരിക്കണം. കാരണം മെസ്സി അവിടെ ഉണ്ട്. ആ അവെയർനെസ് 90 മിനിറ്റ് ആയാലും എക്സ്ട്രാ ടൈമിലേക്ക് പോകണമെങ്കിലും ആ അവെയർനെസ് കീപ്പ് ചെയ്യാൻ പറ്റണം. സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് മെസ്സി ഹാവ് മോർ അഡ്വാൻറ്റേജ് ദാൻ യമാൽ. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രീതിയിലുള്ള പ്രതിരോധ നിരയുണ്ട്. ഡിഫൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. അർജന്റീനയ്ക്ക് അതൊക്കെ മറികടന്ന് അത് ഗോളാക്കി മാറ്റാൻ സാധ്യത ഉണ്ട്. എത്രത്തോളം സാധ്യത ഉണ്ട്? സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ കഴിഞ്ഞ സെമി ഫൈനലിൽ കണ്ടു ഇംഗ്ലണ്ട് എത്രത്തോളം പ്രതിരോധം കളിച്ചു. അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അർജന്റീനയ്ക്ക് കൂടുതൽ അറ്റാക്ക് അവിടെ ഡി ബോക്സിലായാലും അവരുടെ ലാസ്റ്റ് മിഡ് ഡിഫൻസീവ് ഇതായാലും ഉണ്ടായി. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഇതിൽ സ്പെയിൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വിജയ സാധ്യത കുറയാനാണ് സാധ്യത. കാരണം സെമി ഫൈനലിൽ നമ്മൾ കണ്ടതാണ് ഡിഫൻസീവ് ഇതായിട്ട് ഇംഗ്ലണ്ട് ഭയങ്കരമായിട്ട് കളിച്ചു. ബട്ട് ദേ ആർ കൺസിഡർഡ് 2 ഗോൾസ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാധ്യത തോന്നണില്ല. ഐ തിങ്ക് സ്പെയിൻ വിൽ ഓൾസോ ഗോ ഫോർ ആൻ അറ്റാക്കിംഗ് ഫുട്ബോൾ. ഇത്തവണ മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടാൻ സാധ്യത ഉണ്ടോ? അതായത് ഇന്നത്തെ കളിയിൽ എംബാപ്പെ 2 ഗോളും കൂടി അടിച്ചതോടുകൂടി 10 ഗോൾ എംബാപ്പെ എത്തി. മെസ്സി 2ാം സ്ഥാനത്തേക്ക് താഴ്ത്തു പോയി. ഇന്നത്തെ മത്സരത്തിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഗോൾഡൻ ബൂട്ടിലേക്ക് എത്താൻ മെസ്സിക്ക് സാധിക്കുമോ? മെസ്സിക്ക് സാധിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അവസാന 2 കളികളായിട്ട് മെസ്സി ഗോൾ അടിച്ചിട്ടില്ല. അപ്പോൾ അവസാനത്തെ ഫൈനലിൽ മെസ്സിയുടെ ഒരു ഹാർട്ട് ട്രിക്കോട് കൂടി ഗോൾഡൻ ബൂട്ടിലേക്ക് എത്തണമെന്നാണ് എൻ്റെ ഒരു അർജന്റീന ഫാനായ ഒരു ലയണൽ മെസ്സി ഫാനായ എൻ്റെ ആഗ്രഹം. അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. സാറ് ഭയങ്കര ഒരു അർജന്റീന ഫാനാണ്. ഇന്നത്തെ മത്സരത്തിൽ 3 ഗോൾ അടിച്ചാൽ മാത്രമേ മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളോട് കുറച്ച് കുട്ടികളുണ്ട്. ഈ ഫുട്ബോളെല്ലാം കാണാറുണ്ടോ? ഇന്നത്തെ മത്സരം ഫൈനലാണ്. അർജന്റീന വേഴ്സസ് സ്പെയിനാണ്. എത്രത്തോളം ഉണ്ട്? ആര് ജയിക്കുന്ന തോന്നുന്നു? എനിക്ക് സ്പെയിൻ ജയിക്കുന്ന തോന്നുന്നു. യമാലിന്റെ കടുത്ത ആരാധികയാണോ? ആണോ? യമാലും മെസ്സിയും തമ്മിലുള്ള പോരാട്ടത്തിന് കൂടി ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്നത്തെ മത്സരം അർജന്റീന വേഴ്സസ് സ്പെയിന് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ആര് ജയിക്കും? അർജന്റീന ജയിക്കാനുള്ള കാരണം? ഞാൻ അർജന്റീന ഫാനാ. കടുത്ത മെസ്സി ഫാനല്ലേ? ആണോ? എല്ലാവരും പറഞ്ഞത് അർജന്റീന ജയിക്കുമെന്നാണ്. സ്പെയിനിലെ ആരുമില്ലേ? സ്പെയിനിന്റെ ആരാധിക ആരുമില്ലേ? സ്പെയിൻ ജയിക്കാൻ സാധ്യതയുണ്ടോ? കടുത്ത യമാൽ ഫാനാണ്. അതെ അതെ ആണല്ലേ? വേറെ ആരാ അർജന്റീന ഫാൻ ആരാ ഉള്ളേ? ആണോ? കടുത്ത മെസ്സി ഫാനാണോ? അതെ. എത്രത്തോളം ഉണ്ട് പ്രതീക്ഷ? മെസ്സി ഗോൾഡൻ ബൂട്ടിലേക്ക് എത്തുമോ? എത്തുമെന്നാണ് ആഗ്രഹം. കഴിഞ്ഞ കളിയിലൊന്നും മെസ്സി ഗോൾ ഇട്ടില്ല. ഇത്തവണ ഒരു 3 ഗോൾ ഇട്ടാലേ ഗോൾഡൻ ബൂട്ടിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അടിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ. ആണല്ലേ? ഏത് ഫാൻസ്? ഞാൻ അർജന്റീന. ജയിക്കാൻ സാധ്യത ഉണ്ടോ? സ്പെയിനാണ്, വലിയ ടീമാണ്. ജയിക്കാൻ സാധ്യത എത്രത്തോളം ഉണ്ട്? മെസ്സിയില്ലേ? മെസ്സിയിലേക്ക് മാത്രം.
ആ ബാക്കിയുള്ളവർ കളിക്കൂലേ? അൽവാരസ് ഉണ്ട്, ഗൗട്ടാനോ മാർട്ടിനസ് എല്ലാവരും ഉണ്ട്. മെസ്സിയിലേക്ക് മാത്രമാണ് കളി പോകുന്നത്? അല്ല, അർജന്റീന ജയിക്കും. ഇപ്പൊ നമുക്ക് കുറച്ച് ആൺകുട്ടികളുണ്ട്. ആൺകുട്ടികൾ എന്തായാലും മെസ്സി ഫാൻ ആവുമെന്നാണ് ഒരു തോന്നുന്നത്. ഏത് ഫാനാണ്? ബ്രസീൽ ഫാനോ അർജന്റീന? പോർച്ചുഗലാണോ? ചോദിക്കണോണ്ടെന്ന് തോന്നരുത്. ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ഇന്നത്തെ മത്സരത്തിൽ രണ്ടുപേര് ജയിച്ചാലും പ്രശ്നമാണ്, പക്ഷേ സ്പെയിൻ ജയിക്കണമെന്നാണ് ആഗ്രഹം. ഇന്നത്തെ മത്സരം എങ്ങനെ നമുക്ക് വിലയിരുത്താം? അതായത് ഒരു ഭാഗത്ത് ലാമിൻ യമാലാണ്, മറുഭാഗത്ത് മെസ്സിയാണ്. മെസ്സിക്ക് ഇത് അവസാന മത്സരമാകാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ മത്സരത്തിലൊന്നും മെസ്സിക്ക് ഫോമായിട്ട് ആവാൻ പറ്റിയിട്ടില്ല. ഒരു അസിസ്റ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത്തവണ മെസ്സി ഗോൾ അടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട് അല്ലേ? ഈ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം അവസാന മത്സരമാവും എന്ന് തോന്നുന്നുണ്ട്. മെസ്സി ഇല്ലെന്നാണോ? 39 വയസ്സായി മെസ്സിക്ക്. അതൊന്നും കുഴപ്പമില്ല. മെസ്സിക്ക് 39 വയസ്സായാലും ഒരു പ്രശ്നമില്ലെന്നാണ് ഈ ആരാധകരെല്ലാം പറയുന്നത്. എന്തായാലും ഇന്നത്തെ മത്സരം സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇതിലുള്ള തീപ്പാറും പോരാട്ടം തന്നെയാണ് ഉണ്ടാകുക എന്നതാണ്. 10 വർഷത്തിന് ശേഷം സ്പെയിൻ ആ ലോക കപ്പിൽ മുത്തമിടുമോ, അല്ലെങ്കിൽ അർജന്റീന ആ ലോക കിരീടം നിലനിർത്തുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇനി വിശ്വവേദിയിൽ പന്തുരുളാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ആരാധകരെല്ലാം പറഞ്ഞ പോലെ അർജന്റീന കപ്പെടുക്കണമെന്നാണ് ഇവരുടെ എല്ലാം ആഗ്രഹം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ഗീതേഷിനോടൊപ്പം രാജേഷ്.